എല്ലാവരും വിഷുപ്പുലരിയിലേക്ക് കണ്ണു തുറന്നു അല്ലേ? കണ്ണു തുറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാക്കും ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടാവില്ല. അതെങ്ങനെ ശരിയാവും? കാരണം എപ്പോഴും ഈ വെടിപൊട്ടിക്കുന്ന തലേരാത്രിയിൽ വെടിപൊട്ടിക്കുന്ന സൗണ്ടെല്ലാം കേട്ടിട്ട് പലർക്കും ഉറക്കം പോയ കണ്ടീഷൻ ഉണ്ടാവും. ചില മിടുക്കന്മാരും മിടുക്കികളും രാത്രി ഉറക്കം ഒഴിഞ്ഞിട്ട് വെടിപൊട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ പലർക്കും ഉറക്കം ശരിയായിട്ടുണ്ടാവില്ല. ഈ രാത്രിയിൽ ഉറക്കമില്ലാത്ത ആൾക്കാർ, അവർ ഉറക്കമൊഴിഞ്ഞ് പടക്കം പൊട്ടിക്കുന്ന ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ പൊട്ടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ അടുത്ത് ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട്. ഈ ശബ്ദം കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരാമണ്ണം ഉറങ്ങാൻ നേരാമണ്ണം പറ്റാറില്ല. അപ്പോൾ ചിലർ പറയും വിഷു വർഷത്തിലൊരിക്കലല്ലേ വരുന്നത്. അപ്പോൾ വർഷത്തിലൊരിക്കൽ വരുന്ന വിഷു അങ്ങനെ നമ്മളങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന്. വർഷത്തിലൊരിക്കൽ വിഷുവോ ഓണോ എന്ത് വരുന്നുണ്ടെങ്കിലും, ക്രിസ്മസ് എന്ത് വരുന്നുണ്ടെങ്കിലും പടക്കം പൊട്ടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പൊട്ടിച്ചോ. ശരിക്കും പടക്കം പൊട്ടിക്കുന്നത് പരിസ്ഥിതിക്ക് ദോഷമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും പൊട്ടിക്കും. സിഗരറ്റ് മദ്യം ഉപയോഗിക്കും പോലെ അത് ദോഷമാണെന്നറിയാം, എന്നാലും ഉപയോഗിക്കും. അതവിടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങൾക്ക് പൊട്ടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തിനാണ് ഈ മറ്റുള്ളവരുടെ ഉറക്കം കൂടെ കളഞ്ഞിട്ട് പൊട്ടിക്കുന്നത്? നിങ്ങൾക്ക് പടക്കം പൊട്ടിക്കണമെങ്കിൽ പൊട്ടിച്ചോ. അത് പകൽ സമയത്ത് പൊട്ടിച്ചൂടെ? ഈ ഉറക്ക പ്രശ്നങ്ങൾ ഒരുപാടുള്ളവരുണ്ടാവും, ഹാർട്ടിന് പ്രശ്നമുള്ളവരുണ്ടാവും, അത് ചെറിയ കുട്ടികളുണ്ടാവും, ഉറങ്ങാൻ പറ്റാത്ത ചെറിയ ചെറിയ കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ വേറെ വല്ല ഉറക്ക പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും. മനസ്സിലായില്ലേ? അതായത് ഇതുണ്ടാവും, എന്താന്ന് മറ്റ് പലതരത്തിലുള്ള ഉറക്ക പ്രശ്നങ്ങളോ മാനപ്രയാസങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ അസ്വസ്ഥങ്ങളോ എല്ലാം ഉള്ളവരുണ്ടാവും. അപ്പോൾ അതൊന്നും പരിഗണിക്കാണ്ട് നിങ്ങൾക്ക് ഉറക്കമില്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങണ്ട, കുഴപ്പമില്ല. ഈ മറ്റുള്ളവരുടെ ഉറക്കം കൂടെ കളയുന്നത് എന്തിനാണ്? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് രാത്രി മുഴുവൻ പടക്കമൊക്കെ പൊട്ടിച്ച് നൈറ്റ് അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് ഭയങ്കര ഒരു സംഭവം. ഞാൻ കൂടുതൽ ഇത്ര 5000 രൂപ വരെ വെടി വാങ്ങിച്ചു, 10,000 ഉറുപ്പ്യേൻ്റെ വെടി മേടിച്ച് പൊട്ടിച്ചു പറയുമ്പം നിങ്ങൾ വലിയ സംഭവമായിരുന്നു. നിങ്ങൾ കൂടുതൽ വെടി മേടിച്ച് നിങ്ങൾ കൂടുതൽ പൊട്ടിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നു, പബ്ലിക് ന്യൂസൻസ് ആവുന്നു നിങ്ങൾ. അത്രയേ ഉള്ളൂ, അല്ല വേറൊന്നുമില്ല. ഭയങ്കര ഒരു ശല്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ രാത്രികളെങ്കിലും, ഈ രാത്രിയിൽ മറ്റുള്ളവർക്ക് കിടന്നുറങ്ങേണ്ട സമയമെങ്കിലും പൊട്ടിക്കാതിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ചില ആളുകൾ പറയുന്നു ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ, ഇത് വിഷുവല്ലേ, ആഘോഷമല്ലേ എന്ന്. ഇപ്പം നോർത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോളി ആഘോഷം എല്ലാവർക്കും അറിയാം. വഴിയിലെ പോകുന്ന എല്ലാ ആൾക്കാരുടെയും മേത്ത് കളർ വാരി തേക്കുന്നു, കളർ ചായ ഒഴിക്കുന്നു, അങ്ങനെയെല്ലാം പറയാറുണ്ട്. നമ്മൾ അവരെ നെഗറ്റീവ് പറയും, നോർത്ത് ഇന്ത്യക്കാരെ പറയും. അതുപോലെ നമ്മൾ തമിഴന്മാരെ കുറ്റം പറയും പല കാര്യത്തിനും. കന്നഡക്കാരെ പറയും, ആന്ധ്രക്കാരെ പറയും, ഹിന്ദിക്കാരെ പറയും, ബാക്കി എല്ലാ ആൾക്കാരെയും പറയും. മലയാളികൾ നമ്മൾ മാത്രം പ്രബുദ്ധരാണ്. എന്ത് പ്രബുദ്ധത! സിവിക് സെൻസ് തൊട്ട് തെറിപ്പിക്കാത്ത നമ്മളാ. എപ്പം നന്നാവാൻ? 2026